നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വളാഞ്ചേരിയിൽ നിപ്പ ബാധിച്ച സ്ത്രീയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മലപ്പുറം ജില്ലയിൽ എല്ലാവരും മാസ്ക് ധരിച്ച് സഞ്ചരിക്കണം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാമേള അരങ്ങ് 2025 പോസ്റ്റർ പ്രകാശനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. മലയാള കവിത വയലോപ്പള്ളിക്ക് ശേഷം വളർന്നിട്ടില്ലെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് പാലം. വിശദമായ വാർത്തകളിലേക്ക്. നിപ്പ ബാധിച്ചത് വീട്ടിൽ നിന്ന്. വളാഞ്ചേരിയിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ച സ്ത്രീയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മരുന്നുകൾ ഫലം കണ്ടു തുടങ്ങിയിട്ടില്ലെന്നും നില ഗുരുതരമായി തുടരുകയാണെന്നും ആശങ്ക ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. 42കാരി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. നിപ്പ രോഗബാധ സ്ഥിരീകരിച്ച സ്ത്രീ അടുത്തിടെ ഒരു പഴവും കഴിച്ചിട്ടില്ലെന്നും അണുബാധയുടെ പ്രധാന ഉറവിടമായ വവ്വാലുകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട്. ഇവരുടെ വീട്ടിലെ കോഴികൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ചത്തതായി കുടുംബം ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചു. പുതിയ രോഗബാധയ്ക്ക് പിന്നിൽ ഇതിനു ബന്ധമുണ്ടോ എന്ന് വിദഗ്ധർ അന്വേഷിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും തന്നെ പുറത്തിറങ്ങാത്ത സ്ത്രീക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപൂർവമായി മാത്രമേ ഇവർ പുറത്ത് യാത്ര ചെയ്തിട്ടുള്ളൂവെന്നാണ് വിവരം. രോഗം ബാധിച്ച സ്ത്രീയുമായി ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന 7 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നുവെങ്കിലും ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ്പ സ്ഥിരീകരിച്ച സ്ത്രീയുടെ വീട്ടിലെ മറ്റ് 2 കുടുംബാംഗങ്ങളിൽ സമാനമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതായി ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. രോഗബാധയുടെ കൃത്യമായ ഉറവിടം അജ്ഞാതമായി തുടരുന്നതിനാൽ സമ്പർക്കം കണ്ടെത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും സങ്കീർണത വർദ്ധിക്കുന്നു. മലപ്പുറം ജില്ലയിൽ 3ാം തവണയാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും കലാമേളയായ അരങ്ങ് 2025 ജില്ലാതല പോസ്റ്റർ പ്രകാശനം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലിൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ, KK പ്രസാദ്, ജില്ലാ പ്രോഗ്രാം മാനേജർ അജിഷ MA, ദീപ KN, ആദർശ് ദയാൽ, ഷാരിക CS, അഡ്വക്കേറ്റ് ഗിരീഷ്, KL വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KPCCയുടെ ആഹ്വാനപ്രകാരം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്ത് 100 വർഷം തികയുന്നതിന്റെ ഭാഗമായി നടത്തുന്ന കുടുംബസംഗമം തൃശൂർ ബ്ലോക്കിലെ ഒല്ലൂക്കര മണ്ഡലം മുക്കാട്ടുകര ഡിവിഷനിൽ നെല്ലങ്കരയിൽ റൈസ് മിൽ റോഡിലെ വേണുഗോപാലിന്റെ വസതിയിൽ നടന്നു. യോഗം KPCC സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറുമായ ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് ഭാരവാഹികളായ തിമോത്തി വടക്കൻ, ജോസ് കുന്നംപുള്ളി, വിപിൻ വിൻസെന്റ്, ജെൻസൺ ജോസ്, അനിൽ തെക്കൂട്ട്, ബാലഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയാള കവിത വയലോപ്പള്ളിക്ക് ശേഷം വളർന്നിട്ടില്ല എന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, P കുഞ്ഞിരാമൻ നായർ, വയലോപ്പള്ളി ശ്രീധരമേനോൻ എന്നീ മഹാകവികൾ എഴുതിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മലയാള കവിത അല്പം പോലും മുന്നോട്ടു പോയിട്ടില്ല എന്ന് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രസ്താവിച്ചു. വയലോപ്പള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്ന വയലോപ്പള്ളി ജയന്തി സമ്മേളനത്തിൽ വയലോപ്പള്ളി കവിതയിലെ ശക്തി സൗന്ദര്യങ്ങൾ എന്ന വിഷയം ആധാരമാക്കി സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം നോവലിസ്റ്റ് K രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. വയലോപ്പള്ളി പ്രബന്ധരചനാ മത്സരത്തിൽ 1ാം സമ്മാനാർഹനായ ജിൻസ് മോൻ ജെയിംസിന് 10,000 രൂപയുടെ പുരസ്കാരം സമ്മാനിച്ചു. M ഹരിദാസ്, ഡോക്ടർ കൌബായ് ബാലകൃഷ്ണൻ, ഡോക്ടർ കലാസജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ മുരളി പുറനാട്ടുകര, PM ആര്യൻ, പ്രസന്ന ആര്യൻ തുടങ്ങിയവർ വയലോപ്പള്ളി കവിതകളുടെ സംഗീതാവിഷ്കാരം നടത്തി.
പൗരസ്ത്യ കൽദായ സുറിയാനി സഭ വുമൻ യൂത്ത് അസോസിയേഷൻ 20ാം വാർഷിക സമ്മേളനം മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മേജർ മിനി സൈമൺ GD മെട്രോൺ മിലിറ്ററി ഹോസ്പിറ്റൽ ധർമ്മശാല ഉദ്ഘാടനം ചെയ്യുന്നു. കേൾവി സംസാര പരിമിതരായ യുവതി യുവാക്കളുടെ വിവാഹമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഓൾ കേരള പേരന്റ്സ് അസോസിയേഷൻ ഓഫ് ഹിയറിംഗ് ഇംപേർഡ്സ് നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. അക്ബാഹി സംഘടിപ്പിച്ച മാരേജ് മീറ്റ് 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബേബി ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തൃശൂർ മേയർ MK വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് റവറന്റ് ഫാദർ സിറിൽ ജോൺ എടമന, പ്രശാന്ത് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റവറന്റ് C പ്രീജ ജോർജ് വിവാഹത്തിന് ഒരു ആമുഖം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. യോഗത്തിന് സംഘടനാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് NT ബോസ് സ്വാഗതവും ജനറൽ കൺവീനർ ജോയ് K ലോനപ്പൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് 250ഓളം യുവതി യുവാക്കളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു. തൃശൂർ ശങ്കരക്കുളങ്ങര കൊട്ടിലിൽ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധർ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി. ഇന്ന് അതിരാവിലെയായിരുന്നു സംഭവം. അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂർ കോർപ്പറേഷനിലും പോലീസിലും പരാതി നൽകി. പരിസരത്തെ CCTV പരിശോധിക്കുവാൻ ശ്രമിച്ചു വരികയാണെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ശ്രീ കേരളവർമ്മ കോളേജിനോട് ചേർന്ന വഴിയിലും കാനയിലും നിറഞ്ഞ കക്കൂസ് മാലിന്യം SKRA ഭാരവാഹികൾ തന്നെ കഴുകി വൃത്തിയാക്കി. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി പുത്തൻകാട് പാലം. നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. പുത്തൂർ പഞ്ചായത്തിലെ വെട്ടുകാട് മാന്നാമംഗലം റോഡിലെ പുത്തൻകാട് പാലമാണ് അപകടങ്ങളുടെ സ്ഥിരം കേന്ദ്രമായി മാറുന്നത്. സ്ഥലം പരിചയമില്ലാതെ വെട്ടുകാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹന ഡ്രൈവർമാർക്ക് പുത്തൻകാട് പാലത്തിന് നേരെയുള്ള ഇടറോഡ് മാത്രമാണ് ആദ്യം കാണാനാവുന്നത്. എന്നാൽ തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രമാണ് പ്രധാന റോഡ് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നത് കാണാനാവുക. ഇതോടെ പെട്ടെന്ന് വാഹനം വെട്ടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാവുന്നത്. കൂടാതെ വാഹനങ്ങളുടെ അമിത വേഗവും രാത്രി സമയങ്ങളിൽ സ്ഥലത്തെ വെളിച്ചക്കുറവും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു.
അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും ഇരുചക്ര വാഹന യാത്രക്കാരാണ്. നിരന്തരം അപകടങ്ങൾ പതിവായതോടെ ഈ സ്ഥലത്ത് ദിശാസൂചന ബോർഡ്, വഴിവിളക്ക് എന്നിവ സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പാലത്തിന്റെ കൈവരിയിലേക്കും സമീപത്തെ ട്രാൻസ്ഫോമറിലേക്കുമാണ് വാഹനങ്ങൾ കൂടുതലും ഇടിച്ചു കയറുന്നത്. നിരവധി പേർക്കാണ് ഇതിനോടകം പല അപകടങ്ങളിലായി ഗുരുതരമായി പരിക്കേറ്റത്. അപകടങ്ങൾ തുടർക്കഥയാവുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSKയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ സൗജന്യ കോഴ്സുകളായ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായ 15 വയസ്സു മുതൽ 23 വരെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അവസാന തീയതി മെയ് 15. ഫോൺ 0466 22 24 23 4 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫാദർ സെബാസ്റ്റ്യൻ തേക്കാനത്ത് മെമ്മോറിയൽ ട്രോഫിക്കും നവദീപം ട്രോഫിക്കും വേണ്ടിയുള്ള 34ാമത് ഓൾട്ടർ ബോയ്സ് ഫുട്ബോൾ മേള കൊട്ടേക്കാട് പള്ളി ഗ്രൗണ്ടിൽ സമാപിച്ചു. 16 ടീമുകൾ പങ്കെടുത്ത മേളയുടെ ഫൈനലിൽ ആതിഥേയരായ കൊട്ടേക്കാട് ABA പേരാമംഗലം ABAയുമായി ഏറ്റുമുട്ടി. വാശിയേറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ കൊട്ടേക്കാട് ABA 3 ഗോളുകൾക്ക് പേരാമംഗലം ABAയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായി. കൊട്ടേക്കാട് ABAയ്ക്കു വേണ്ടി ക്യാപ്റ്റൻ എബി 1 ഗോളും ഐറിസ് 2 ഗോളുമാണ് നേടിയത്. വാർഡ് മെമ്പർ ലോനപ്പൻ, വാർഡ് മെമ്പർ മാർട്ടിൻ, കൈക്കാരൻ ജെയിംസ് തുടങ്ങിയവർ വിജയികൾക്ക് ആശംസകൾ അർപ്പിച്ചു. ചാമ്പ്യന്മാർ കൊട്ടേക്കാട് ആഹ്ലാദ പ്രകടനം നടത്തി. സമസ്ത കേരള വാര്യർ സമാജത്തിന്റെ പ്രഥമ ഉണ്ണിയായി വാര്യർ പുരസ്കാരം കലാമണ്ഡലം ഗോപി ആശാന്. സമസ്ത കേരള വാര്യർ സമാജം നൽകുന്ന പ്രഥമ ഉണ്ണിയായി വാര്യർ പുരസ്കാരം പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാനെ സമ്മാനിക്കും. 24-25 തീയതികളിൽ ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന സമസ്ത കേരള വാര്യർ സമാജം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവാണ് പുരസ്കാരം സമ്മാനിക്കുക. 25,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PK മോഹൻദാസ്, VV മുരളീധര വാര്യർ, VV ഗിരീശൻ, AC സുരേഷ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണവില കുറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കുത്തനെ കുറഞ്ഞു. പവനെ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് കുറഞ്ഞത് 1320 രൂപയാണ്. ഇതോടെ മെയ് 6 ശേഷം സ്വർണവില വീണ്ടും 72,000-ന് താഴെയെത്തി. ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 71,040 രൂപയാണ്. സ്വർണവില കുറഞ്ഞത് വിവാഹ വിപണിയിലടക്കം ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമാണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര മെയ് 13 മുതൽ 23 വരെ തൃശൂർ ജില്ലയിൽ. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ബൈക്കിലിനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുതലോടെ എന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന മഹിളാ സാഹസ് കേരള യാത്ര മെയ് 13 മുതൽ 23 വരെയാണ് തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തുക. തൃശൂർ ജില്ലയിലെ പര്യടനത്തിന് ചേലക്കരയിൽ നിന്ന് മെയ് 30-ന് തുടക്കം കുറിക്കും. കേരളത്തിലെ സ്ത്രീകളുടെ അന്തസ്സ്, അഭിമാനം, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക, സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ സ്ത്രീകളുടെ പോരാട്ടത്തിനും ചെറുത്തുനിൽപ്പിനും തുടക്കം കുറിക്കുക എന്നിവയൊക്കെയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സ്വീകരണത്തിൽ KPCC, DCCC ഭാരവാഹികൾ, MP-മാർ, മുൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. T. നിർമ്മല, ലീലാമ്മ ടീച്ചർ, ലാലി ജെയിംസ്, ലീല രാമകൃഷ്ണൻ, സ്മിത മുരളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു.
KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് KV ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം NT ബേബി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് A സൈഫുദ്ദീൻ, ഡിവിഷൻ സെക്രട്ടറി TV ദേവദാസ്, ട്രഷറർ KN സുലോചനൻ, T വിജയൻ, K ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തിച്ച ആളുകളുടെ ഒരു ഒത്തുചേരലാണ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന രീതിയിൽ, അസോസിയേഷൻ എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏകദേശം നമ്മുടെ ഡിവിഷൻ മേഖലയ്ക്കകത്ത് 120ഓളം വരുന്ന ആളുകൾ ഈ പെൻഷൻ സംഘടനയിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ പെൻഷൻ 56 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ആവേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും. അതോടൊപ്പം തന്നെ പെൻഷൻ പറ്റി മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ മെമ്പർഷിപ്പും നമ്മുടെ സംഘടനയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻകാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും മുഴുവൻ ആളുകൾക്കും സംഘടനാ പ്രവർത്തനങ്ങളിലോ സംഘടനാ സമ്മേളനം. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. ദേശീയപാത കുട്ടനല്ലൂരിൽ ബൈക്ക് ഇടിച്ച് ചെറുമകൾ മരിച്ചു. കൂടെയുണ്ടായിരുന്ന അമ്മൂമ്മയ്ക്ക് പരിക്കേറ്റു. അമ്മൂമ്മയും ചെറുമകളും കൂടി കുട്ടനല്ലൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇരുവരെയും ബൈക്ക് ഇടിച്ചത്. അപകടത്തിൽ കൊരട്ടി സ്വദേശി കൂട്ടാലപ്പറമ്പിൽ പരേതനായ രഞ്ജിത്തിന്റെ മകൾ 9 വയസ്സുള്ള അവന്തികയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അമ്മൂമ്മ കുന്നംകാട്ടുകര സ്വദേശി കുമ്മിളി സുകുമാരന്റെ ഭാര്യ സുജാതയെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം. ഇരുവരും ദേശീയപാത കുറുകെ കടക്കുന്നതിനിടയിലാണ് ബൈക്ക് ഇടിച്ചത്. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച അവന്തിക. അമ്മ സുദീന ജർമ്മനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നതിനാൽ അവന്തിക അമ്മൂമ്മയോടൊപ്പമാണ് താമസം. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 കൊരട്ടി 4 കെട്ട് എളഞ്ചേരിയിലെ വീട്ടുവളപ്പിൽ നടത്തി. സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ ഒടിയൻ പ്രദീപ് റിമാൻഡിൽ. പ്രതിക്കെതിരെ ഏപ്രിൽ 20-ാം തീയതി കല്ലൂർ മാവിൻചുവട് സ്വദേശിനിയുടെ അമ്മ കൊടുത്ത കേസിൽ പ്രതി ജയിലിലായതിന്റെ വൈരാഗ്യത്താൽ കല്ലൂർ മാവിൻചുവട്ടിലുള്ള പരാതിക്കാരിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ജീവിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ആക്രമിച്ച് മാനഹാനി വരുത്തുകയും തടയുവാൻ ചെന്ന പരാതിക്കാരുടെ ഭർത്താവിന്റെ മുഖത്ത് കൈകൊണ്ടടിക്കുകയും ചെയ്ത സംഭവത്തിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായ ആമ്പല്ലൂർ പച്ചളിപ്പുറം സ്വദേശിയായ കിഴക്കൂട്ട് വീട്ടിൽ ഒടിയൻ പ്രദീപ് എന്നറിയപ്പെടുന്ന പ്രദീപ് എന്നയാളെയാണ് ഇന്നലെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിൽ റിമാൻഡ് ചെയ്തത്. പരാതിക്കാരിയുടെ അമ്മയുടെ പച്ചളിപ്പുറത്തുള്ള വീട്ടിലേക്ക് പ്രദീപ് അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയ സംഭവത്തിന് ഏപ്രിൽ 20-ാം തീയതി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുകയും പ്രദീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയത്. പ്രദീപിനെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 4 അടിപിടി കേസുകളും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയതിനുള്ള ഒരു കേസും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസുമുണ്ട്. അരിമ്പൂർ സ്വദേശിയുടെ മരണം കൊലപാതകം, പ്രതി അറസ്റ്റിൽ. തൃശൂർ ലാലു ശ്മശാനത്തിന് സമീപമുള്ള പഴയ കാവൽപുരയിൽ 51കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമായി തെളിഞ്ഞതായി വെസ്റ്റ് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സഹായ നഗരത്തിലുള്ള കുന്നമ്പത്ത് വീട്ടിൽ വൈശാഖിനെ വെസ്റ്റ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുറഹ്മാൻ അറസ്റ്റ് ചെയ്തു. മെയ് 9-ാം തീയതി രാവിലെയാണ് അരിമ്പൂർ കൈപ്പിള്ളി ഗോൾഡൻ സ്ട്രീറ്റിൽ താമസിക്കുന്ന ലാലൂർ സ്വദേശി പടിഞ്ഞാറേപ്പുരയ്ക്കൽ സുരേഷിനെ വെള്ളിയാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ഇക്കാര്യത്തിന് തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. തലയ്ക്ക് അടിയേറ്റതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ തുടർന്നുണ്ടായ വിശദമായ അന്വേഷണത്തിലാണ് പ്രതിയെ സഹായനഗറിൽ നിന്നും പിടികൂടിയത്. പ്രതിയുടെ അച്ഛനും മരണപ്പെട്ട സുരേഷും തമ്മിൽ വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് മരണപ്പെട്ട സുരേഷ് പ്രതിയുടെ അച്ഛനെ മർദ്ദിച്ചിരുന്നു. ഇക്കാര്യം അറിഞ്ഞ പ്രതി പിന്നീട് ലാലൂർ ക്രിമിറ്റോറിയത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ കിടന്നിരുന്ന സുരേഷിനെ കാണുകയും പ്രതി സുരേഷിനെ മുഖത്തും തലയിലും മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ഹരിഹരൻ, പ്രശാന്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി. ടോണി വർഗീസ്, അഖിൽ വിഷ്ണു, മഹേഷ്, അലൻ ആന്റണി, സിവിൽ പോലീസ് ഓഫീസറായ ശ്രീരാഗ് തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിലേക്ക്. പുതുക്കാട് ബാറിൽ വെച്ച് ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി കിഴവൻ പറമ്പിൽ വീട്ടിൽ ദിനീഷ് എന്നയാളെ മെയ് 7-ാം തീയതി രാത്രി 11 മണിക്ക് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളായ ചെങ്ങാലൂർ കല്ലുംപാലം സ്വദേശി കൊടക്കരക്കാരൻ വീട്ടിൽ അഖിൽ, ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി കിഴക്കുംപാടൻ വീട്ടിൽ അനീഷ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, സബ് ഇൻസ്പെക്ടർ പ്രദീപ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അജി, സുജിത്, ബിജു, ഷിനോജ്, കിഷോർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കൊടകരയിൽ നിന്നും 184.42 ഗ്രാം മുന്തിയ ഇനം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം ചങ്ങനാശ്ശേരി ഫാത്തിമപുരം പെരുന്ന സ്വദേശി പുതുപ്പറമ്പിൽ വീട്ടിൽ സൽമാൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. മെയ് 3-ാം തീയതി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് 184.420 ഗ്രാം മാരക രാസലഹരിയായ MDMA-യുമായി ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക് രാജു, എറണാകുളം ജില്ലാ നോർത്ത് പറവൂർ മൂത്തക്കുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. സൽമാന്റെ നിർദ്ദേശത്തോട് സാമ്പത്തിക സഹായത്തോടും കൂടിയാണ് ദീപക് രാജു, ദീക്ഷിത എന്നിവർ ബാംഗ്ലൂരിൽ നിന്ന് മാരക രാസലഹരിയായ MDMA കടത്തിക്കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തിയതിനാലാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത്. നടപടിക്രമങ്ങൾക്ക് ശേഷം സൽമാനെ കോടതിയിൽ ഹാജരാക്കും. ദീപക് രാജുവിനെ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയതാണ്. കൂടാതെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2016, 2024, 2025 വർഷങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ചതിലുള്ള കേസുകളുമുണ്ട്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, CPOമാരായ രജീഷ്, ദിലീപ് കുമാർ, CPO ശ്രീജിത്ത് തുടങ്ങിയവർ ചേർന്നാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വളാഞ്ചേരിയിൽ നിപ്പ ബാധിച്ച സ്ത്രീയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മലപ്പുറം ജില്ലയിൽ എല്ലാവരും മാസ്ക് ധരിച്ച് സഞ്ചരിക്കണം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാമേള അരങ്ങ് 2025 പോസ്റ്റർ പ്രകാശനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. മലയാള കവിത വയലോപ്പള്ളിക്ക് ശേഷം വളർന്നിട്ടില്ലെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് പാലം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.